ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറീന. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഗാബ ടെസ്റ്റ് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പിന്നാലെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം വന്നിരുന്നു. രവിചന്ദ്രൻ അശ്വിൻ ഇപ്പോൾ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യയോടൊപ്പം അദ്ദേഹം ഉണ്ടാകില്ല. അദ്ദേഹത്തിന് ഒരു ഐതിഹാസികമായ കരിയർ തന്നെ ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയർ നമുക്കൊന്ന് പരിശോധിക്കാം. 287 ഇൻ്റർനാഷണൽ മാച്ചുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 4394 ഇൻ്റർനാഷണൽ റൺസുകൾ, 765 വിക്കറ്റുകൾ, 6 സെഞ്ചുറികൾ. അതുപോലെ തന്നെ ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ 5 വിക്കറ്റ് ഹോൾസ് ഉള്ള താരങ്ങളിൽ ഒരാൾ അദ്ദേഹമാണ്, 37 തവണ. അതുപോലെ തന്നെ 250 ടെസ്റ്റ് വിക്കറ്റുകൾ ഏറ്റവും വേഗത്തിൽ എത്തിയ താരം അശ്വിനാണ്. 300 ടെസ്റ്റ് വിക്കറ്റുകൾ ഏറ്റവും വേഗത്തിൽ എത്തിയ താരം അദ്ദേഹമാണ്. 350 ടെസ്റ്റ് വിക്കറ്റുകൾ ഏറ്റവും വേഗത്തിൽ എത്തിയ താരങ്ങളിൽ ഒരാൾ അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ രണ്ടാമത്തെ താരം അത് അശ്വിനാണ്. 765 വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത്. WTC ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ഉള്ള താരം അശ്വിനാണ്. 195 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ WTC ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഫൈഫേഴ്സ് ഉള്ള താരവും അദ്ദേഹം തന്നെയാണ്. 11 ഫൈഫേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 2011 വേൾഡ് കപ്പ് ഇന്ത്യയോടൊപ്പം അദ്ദേഹം സ്വന്തമാക്കി. ചാമ്പ്യൻസ് ട്രോഫി വിന്നറാണ് 2013. അതുപോലെ തന്നെ 2010 ഏഷ്യ കപ്പ് വിന്നറാണ്. അതുപോലെ തന്നെ 2016 ICC മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 2016 ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും അദ്ദേഹമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇങ്ങനെ അത്ഭുതകരമായ ഒരു കരിയർ തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് അശ്വിൻ ഇപ്പോൾ പടിയിറങ്ങുന്നത്. എന്നാൽ അശ്വിൻ മാത്രമല്ല ഈ ഒരു വർഷത്തിൽ ക്രിക്കറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത്. പല താരങ്ങളും ക്രിക്കറ്റിനോട് വിട പറഞ്ഞിട്ടുണ്ട്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ T20 ഫോർമാറ്റിൽ നിന്നും വിരമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ഈ വർഷത്തിൽ ക്രിക്കറ്റിൽ നിന്നും വിട പറഞ്ഞ താരങ്ങളുടെ ലിസ്റ്റ് കൂടി നമുക്ക് ഇതിനോടൊപ്പം പരിശോധിക്കാം. സൗത്ത് ആഫ്രിക്കൻ താരമായ ഡീൻ എൽഗർ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചു. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സൂപ്പർ താരമായിരുന്ന ഡേവിഡ് വാർണർ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചു. അതുപോലെ തന്നെ ക്ലാസൻ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. സൗരവ് തിവാരിയും വരുൺ ആരോണും ഇന്ത്യൻ താരങ്ങളായിരുന്നു. എല്ലാ ഫോർമാറ്റിൽ നിന്നും അവർ വിരമിച്ചു. അതുപോലെ തന്നെ നീൽ വാഗ്നർ, കോളിൻ മൺറോ എന്നിവർ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദിനേശ് കാർത്തിക്, കേദാർ ജാദവ് എന്നിവരും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഡേവിഡ് VC എല്ലാ ഫോർമാറ്റിൽ നിന്നും ഇപ്പോൾ വിരമിച്ചിട്ടുണ്ട്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ ഈ 3 സൂപ്പർ താരങ്ങളും T20 നിന്നാണ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജെയിംസ് ആൻഡേഴ്സൺ, ശിഖർ ധവാൻ, ഡേവിഡ് മലൻ, അതുപോലെ തന്നെ വിൽ പുക്കോവ്സ്കി, ബരീന്ദ്ര സ്രാൻ, അതുപോലെ തന്നെ മോയിൻ അലി ഇവർ എല്ലാവരും എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശ് താരങ്ങളായ ഷാക്കിൻ അൽ ഹസൻ ടെസ്റ്റിൽ നിന്നും T20 നിന്നുമാണ് വിരമിച്ചിട്ടുള്ളത്. മഹ്മൂദുള്ള T20 നിന്നും വിരമിച്ചിട്ടുണ്ട്. മാത്യു വേഡ്, വൃദ്ധിമാൻ സാഹ, സിദ്ധാർത്ഥ് കൗൾ, ടിം സൗത്തി ഈ 4 താരങ്ങളും എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പിടി സൂപ്പർ താരങ്ങൾ ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങിയ ഒരു വർഷം കൂടിയാണ് ഇപ്പോൾ നമ്മിൽ നിന്നും അകന്നു പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.